നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ വിശുദ്ധ പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസഭയായി ഒരുമിച്ച് ഇന്ന് പകലിൽ കൂടി വരുവാൻ കർത്താവ് ഒരുക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം. വിശേഷിച്ച ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുകയും യോഗങ്ങളിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്ത ബഹുമാനീയ കർത്താവിൻ്റെ ദാസൻ കുടുംബം, ഇന്ന് പകലിലും ഇവിടെ ആയിരിക്കുന്ന മറ്റ് അനുഗ്രഹീതരായ ദൈവമക്കൾ എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഇന്ന് പകൽ പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ പകലും രാത്രിയിലും ഒക്കെ ആയിട്ട് ദൈവസഭയോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കി. ഇന്ന് പകലിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പകലായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. സ്തോത്രം. ദൈവസന്നിധിയിൽ കൂടി വരുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അത് മറക്കാൻ കഴിയാത്ത ദൈവപ്രവൃത്തികൾക്ക് കാരണമായി തീരും. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവസഭയ്ക്ക് നൽകുന്നല്ലോ. അത് ദൈവസഭയുടെ വലിയ വളർച്ചയ്ക്ക് അത് കാരണമാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ വർഷത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഒരുക്കട്ടെ. അതിനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. 2025 അസാധാരണമായ ദൈവമഹത്വം വെളിപ്പെട്ടു വരുന്നൊരു വർഷമാണ്. പ്രത്യേകിച്ച് സ്തോത്രം, ബന്ധത്തിൻ്റെ പുറത്തും കഴിവിൻ്റെയും അറിവിൻ്റെയും സാഹചര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വേദികൾ കീഴടക്കിയും സാഹചര്യങ്ങൾ ഒക്കെ അങ്ങനെ മുതലെടുത്തൊരു കാലഘട്ടം അവസാനിക്കപ്പെട്ടിട്ട് 25 പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തിന് വില കൊടുക്കുന്ന ഒരു തലമുറയെ ദൈവം ഈ പട്ടണത്തിൽ എഴുന്നേൽപ്പിക്കുമെന്ന് ആമേൻ എത്ര പേർ വിശ്വസിക്കുന്നവരുണ്ട്? സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാരും പരാജയപ്പെട്ടു പോയിട്ടില്ല. അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലിയ മഹത്വം ആമേൻ വെളിപ്പെട്ട് വരും നിശ്ചയമായിട്ടും. അതുകൊണ്ട് ഇന്ന് പകലിൽ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകലത്തെ ചിന്തകൾക്കായി വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. മത്തായി എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായം, അതിൻ്റെ 10-11 വാക്യങ്ങൾ ഇന്ന് പകലത്തെ ചിന്തകൾക്കായി നമ്മിലൊരാൾ ശബ്ദമുയർത്തിയ ആ വാക്കുകൾ വായിച്ചാൽ അനുഗ്രഹമായിരിക്കും. അത് വളരെ അനുഗ്രഹീതമായ ഒരു തിരുവചനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിലെ അനുഗ്രഹിക്കപ്പെട്ടതായ ആമേൻ ഒരു സുവിശേഷ ഭാഗമാണ് മത്തായി എഴുതിയ സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ കാതലായ പ്രമേയം യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായി ചിത്രീകരിച്ചുകൊണ്ട് 1-ാം അധ്യായം തുടങ്ങി അതിൻ്റെ അവസാനത്തെ ഭാഗം വരെ യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായി കണ്ട് യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട അഭിഷേകവും ക്രിസ്തുവിൽ വെളിപ്പെട്ട അധികാരത്തെയും ആമേൻ ഒരു രാജകീയ പദവിയായി ഉൾക്കൊണ്ടുകൊണ്ട് ആമേൻ ഈ ഭാഗത്തിലുടനീളം വെളിപ്പെടുത്തുന്നത് നമുക്കത് കാണുവാൻ കഴിയും. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കുന്നൊരു വ്യക്തിക്ക് മനസ്സിലാക്കാം, അതിനകത്ത് യേശുക്രിസ്തുവിനെ ദാസനായി ചിത്രീകരിച്ചുകൊണ്ടാണ് ആ സുവിശേഷം എഴുതി തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. ലൂക്കോസിൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ മാനവികതയെ വെളിപ്പെടുത്തുമ്പോൾ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവീകത്വം എന്ന വിഷയത്തെയാണ് പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത്. ഇന്ന് രാവിലെ യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവായി കടന്നു വന്നു എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി ചില പ്രധാനപ്പെട്ട വാക്കുകൾ, പദങ്ങൾ ആമേൻ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട അധികാരത്താൽ പട്ടണത്തിലുണ്ടായ സമൂലമായ ചില മാറ്റങ്ങൾ, ആ ദേശത്തിലുണ്ടായ ചില നവീകരണങ്ങളെക്കുറിച്ച് 20-ാമത്തെ അധ്യായം തുടങ്ങി 21 അധ്യായങ്ങൾക്കകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട അഭിഷേകം ആ പട്ടണത്തിനുണ്ടാക്കിയ സമൂലമായ മാറ്റങ്ങളിൽ ചിലത് ഇന്ന് രാവിലെ നമുക്ക് ചിന്തിക്കാം. അതിൽ പ്രധാനമായിട്ടും 10-ാമത്തെയും 11-ാമത്തെയും വാക്യത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്: അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ എന്ത് ചെയ്തു?
ഇളകി. സ്തോത്രം. നഗരം മുഴുവൻ ഇളകി. ആമേൻ. അടുത്ത വാക്ക് വായിക്കുന്നത് ഒരു ചോദ്യമാണ്, ഇവൻ ആരാണ്? അതിനുള്ള മറുപടി കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവൻ ഗലീലയിലെ നസ്രയത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. സ്തോത്രം. 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ വാക്യത്തിനകത്ത് അന്തർലീനമാണ്. ഒന്നാമത്തെ വിഷയം, എന്തുകൊണ്ട് യേശു ക്രിസ്തു യെരുശലേം പട്ടണത്തിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി അഥവാ ആശ്ചര്യപ്പെട്ടു? എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? രണ്ടാമത്തെ വിഷയം ഒരു ചോദ്യമാണ്, ഇവൻ ആരാണ്? മൂന്നാമത്തെ വിഷയം, അതിനുള്ള മറുപടി കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവൻ ഗലീലയിലെ നസ്രയത്തിൽ നിന്നുള്ള പ്രവാചകൻ. എന്തുകൊണ്ട് യേശു ക്രിസ്തു ഗലീലക്കാരനെന്ന് അഭിസംബോധന ചെയ്തു? ഈ 3 വിഷയങ്ങളാണ് ആ വാക്യത്തിനകത്ത് അന്തർലീനമായിരിക്കുന്നതെങ്കിലും സമയത്തിൻ്റെ പരിധിക്കകത്ത് നിന്ന് 1-2 ആശയങ്ങൾ മാത്രം ചിന്തിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ വിഷയം, അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. എന്താണ് അതിൻ്റെ കാരണം? പ്രധാനമായിട്ട് കാരണം യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട അഭിഷേകം, ക്രിസ്തുവിൽ വെളിപ്പെട്ട അധികാരം ആ പട്ടണത്തിൽ ഉളവാക്കിയ 2 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് യെരുശലേമിനെ കൊണ്ടെത്തിച്ചത്. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട അഭിഷേകം ആ പട്ടണത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നാം കൃത്യമായും മനസ്സിലാക്കേണ്ടത്, ഇന്നലകളിലോ ഒരു തലമുറയ്ക്കും ആ പട്ടണത്തിൽ ആരെ കൊണ്ടും ചെയ്തെടുക്കാൻ കഴിയാത്തതും ആരിൽ കൂടിയും നിവർത്തിക്കാൻ കഴിയാത്തതും ആരെ കൊണ്ടും പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ 2 പ്രധാനപ്പെട്ട വിടുതലുകൾ ക്രിസ്തുവിൽ വെളിപ്പെട്ട അഭിഷേകത്താൽ ആ പട്ടണത്തിൽ സംഭവിച്ചു. നിങ്ങൾ ആ വാക്കൊന്നുകൂടി ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട അഭിഷേകം ആ പട്ടണത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ആരെ കൊണ്ടും ചെയ്തെടുക്കാൻ കഴിയാത്തതും ആരെ കൊണ്ടും പൂർത്തീകരിക്കാൻ കഴിയാത്തതുമായ 2 പ്രധാനപ്പെട്ട വിടുതലുകൾ ആ പട്ടണത്തിനകത്ത് സംഭവിച്ചു. ആ 2 പ്രധാനപ്പെട്ട വിടുതലുകളാണ് ദൈവമക്കളെ യേശു യെരുശലേം പട്ടണത്തിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകാനുണ്ടായത്. അതിൽ ഒന്നാമത്തെ വിഷയം, സ്തോത്രം, അവൻ ബഥാനിയിലെ ലാസറിന്റെ ഭവനത്തിൽ ചെല്ലുന്നു. ലാസറിനെ ഉയർപ്പിച്ച അനന്തരം അവിടെ നടക്കുന്ന വിരുന്ന് സൽക്കാരത്തിനൊടുവിൽ യേശു കർത്താവും ശിഷ്യന്മാരും ഒരു വലിയ കൂട്ടം പുരുഷാരവുമായി യെരുശലേം ദേവാലയത്തിലേക്ക് പെസഹായ്ക്ക് മുൻപ് യേശു കർത്താവ് യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിലാണ് ക്രിസ്തു യേശുവിൽ വെളിപ്പെട്ട അഭിഷേകം പട്ടണത്തിനകത്തുണ്ടാക്കുന്ന 2 പ്രധാനപ്പെട്ട വിടുതൽ. അതിൽ ഒന്നാമത്തെ വിടുതൽ 20-ാമത്തെ അധ്യായം 29 തുടങ്ങിയിട്ടുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആ ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20-ാമത്തെ അധ്യായം 29 തുടങ്ങിയിട്ടുള്ള വാക്യങ്ങൾ ഒന്ന് ഉറക്കെ വായിച്ചാലും. യേശു നിന്നവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണു തുറന്ന് കിട്ടണമെന്ന് അവർ പറഞ്ഞു. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ്. ബഥാനിയിലെ ലാസറിന്റെ ഭവനത്തിൽ നിന്ന് തുടങ്ങുന്ന യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം യെരുശലേം ദേവാലയത്തിൽ പെസഹായ്ക്ക് മുൻപ് കർത്താവിനെത്തണം. ആ യാത്ര ഇപ്പോൾ എരിഹോം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു. എരിഹോം പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വഴിയരികിൽ ഇരിക്കുന്ന 2 കുരുടന്മാർ അവർ ഉറക്കെ നിലവിളിക്കുന്നത് ആ ഭാഗത്ത് രേഖപ്പെടുത്തുന്നു. ദാവീദ് പുത്ര, ഞങ്ങളോട് എന്ത് ചെയ്യണേ? കരുണ തോന്നണമേ. ഇങ്ങനെ അത്യുച്ചത്തിൽ
ഈ കുരുടന്മാർ ഉറക്കെ നിലവിളിക്കുകയാണ്. എന്നാൽ ബൈബിൾ ചരിത്ര പുസ്തകങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, വഴിയരികിലിരിക്കുന്ന കുരുടന്മാർ അത്യുച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു ശബ്ദമായിരുന്നു. അവർ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത്, ദാവീദ് രാജാവേ ഞങ്ങളോട് കരുണ തോന്നണമേ. വാക്ക് ശ്രദ്ധിക്കുക, ദാവീദ് രാജാവേ ഞങ്ങളോട് കരുണ തോന്നണമേ. ഇങ്ങനെ അത്യുച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ആരോ പറഞ്ഞു, ഇന്ന് പകൽ ഇതുവഴി നസ്രായൻ വരുന്നുണ്ട്. വാർത്ത കേട്ടയുടനെ ഇവന്റെ നിലവിളി മാറ്റാൻ തുടങ്ങി. അതുവരെ നിലവിളിച്ചു കൊണ്ടിരുന്ന ദാവീദ് രാജാവേ എന്ന ശബ്ദം അവസാനിപ്പിച്ചിട്ട് അവന്റെ ശബ്ദം മാറി ദാവീദ് പുത്ര എന്ന് മാറാൻ തുടങ്ങി. സ്വാഭാവികമായി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത, എന്തിനാ പാസ്റ്ററേ ഈ മനുഷ്യർ ദാവീദ് രാജാവേ എന്ന് നിലവിളിച്ചത്? പറയാം. ഒരിക്കൽ ദാവീദ് രാജാവ് സിയോൻ കോട്ട എന്നറിയപ്പെടുന്ന യെരൂശലേം നഗരം ദാവീദ് രാജാവ് പിടിച്ചെടുത്തു. അന്ന് ദാവീദ് രാജാവ് ഒരു നിയമം പ്രഖ്യാപിച്ചു. എന്താ നിയമം? ദാവീദിന് വെറുപ്പായിട്ടുള്ള കുരുടന്മാരും മുടന്തന്മാരും താൻ പിടിച്ചെടുത്ത സിയോൻ കോട്ട എന്നറിയപ്പെടുന്ന യെരൂശലേം നഗരത്തിൽ കുരുടന്മാരും മുടന്തന്മാരും പ്രവേശിക്കാൻ പാടില്ല. ഈ നിയമം രാജ്യത്ത് നിലവിൽ വന്നതുകൊണ്ട് കുരുടന്മാരായി ജനിച്ചവർക്ക് യെരൂശലേം പട്ടണത്തിൽ കടക്കാൻ അനുവാദം നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് ഇവർക്ക് എവിടെ വരാനേ സാധ്യതയുള്ളൂ? എരിഹോം പട്ടണത്തിൽ കടക്കാം. എരിഹോം പട്ടണത്തിന്റെ പ്രത്യേകത, അത് ശപിക്കപ്പെട്ട ഭൂമിയാണ്. ശാപം പിടിക്കപ്പെട്ട ഭൂമിയിൽ നാളുകളായിട്ട് ഈ കുരുടന്മാർ ഭിക്ഷാടനം നടത്തുകയാണ്. ഇവരുടെ ഭിക്ഷപാത്രം നോക്കിക്കേ, അത് ശൂന്യമാണ്. എന്താ കാര്യം? ഇവർ ഇരിക്കുന്നത് ശപിക്കപ്പെട്ട ഭൂമിയിലായതുകൊണ്ട് അതുവഴി ഒരു വഴിയാത്രികൻ വരില്ല. ആരെങ്കിലും വന്നാലല്ലേ ഇവന് ഭിക്ഷ ചോദിക്കാൻ കഴിയൂ. ആരും അതുവഴി വരില്ല. എന്താ കാരണം? ഇത് ശപിക്കപ്പെട്ട ഭൂമിയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് യെരൂശലേം എന്ന ദേവാലയമുണ്ട്. അതിമനോഹരമായ ആലയം. അതിനകത്ത് ദിവസവും വഴിപാടും ആരാധനയും പ്രാർത്ഥനയും നടക്കുന്നു. നൂറുകണക്കിന് വ്യക്തികൾ ആരാധിക്കാൻ ആലയത്തിൽ വരുന്നുണ്ട്. വരുന്നവന്റെ കയ്യിൽ വെള്ളിയും പൊന്നും പണവുമുണ്ട്. ഇതിവന്റെ ഭിക്ഷപാത്രത്തിൽ വീഴണമെങ്കിൽ ഈ കുരുടൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് എവിടെ പോകണം? യെരൂശലേമിലേക്ക് പോകണം. പക്ഷേ ദാവീദ് രാജാവ് ഡിക്ലെയർ ചെയ്ത നിയമം പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് കുരുടനായി ജനിച്ചവർക്ക് യെരൂശലേമിൽ കടക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? ഇവന്റെ ഭിക്ഷപാത്രം ശൂന്യമായി. ഈ ശൂന്യത അവന്റെ വീടിനകത്ത് ദാരിദ്ര്യമായിട്ട് ചേക്കേറി. അവന് ഭാര്യയുണ്ടെങ്കിൽ, അവന് തലമുറകൾ ഉണ്ടെങ്കിൽ, അവന്റെ കുടുംബം അവൻ പട്ടിണിക്കകത്തായി. അന്നു മുതൽ ഇവന്റെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒറ്റ നിലവിളിയാണ്, ദാവീദ് രാജാവേ ഞങ്ങളോട് കരുണ തോന്നണം. ഈ നിയമത്തിനൊരു ഭേദഗതി വരുത്തിയാൽ എനിക്ക് കാഴ്ച കിട്ടിയില്ലേലും വിഷയമില്ല. യെരൂശലേമിന്റെ മണ്ണിനകത്ത് കയറി അവിടുത്തെ നന്മ എനിക്ക് അനുഭവിക്കാം. അന്ന് തുടങ്ങിയ നിലവിളിയാണ്, ദാവീദ് രാജാവേ കരുണ തോന്നണം. പക്ഷെ രാജാക്കന്മാർ ഇവന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാതിരിക്കുമ്പോൾ, പ്രഭുക്കന്മാർ ചെവി കൊടുക്കാതിരിക്കുമ്പോൾ ആരോ പറഞ്ഞു, ഇന്ന് പകൽ ഇതുവഴി നസ്രായൻ വരുന്നുണ്ട്. അവന്റെ നിലവിളി മാറാൻ തുടങ്ങി. ദാവീദ് രാജാവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നവൻ അവൻ ശബ്ദം മാറ്റി തുടങ്ങി. ദാവീദ് പുത്ര എന്ന് വിളിക്കാൻ തുടങ്ങി. ഒരു കാര്യം അവന് പിടികിട്ടി, രാജാക്കന്മാർ കെട്ടിയത്, പ്രഭുക്കന്മാർ കെട്ടിയത്, ആരെ കൊണ്ടും അഴിക്കാൻ കഴിയാത്ത നിയമക്കുരുക്കുകളെ അഴിക്കാൻ കരുത്തുറ്റ ഒരുവൻ ഇന്ന് പകലിൽ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കൃപ പ്രാപിച്ചവർ ഇന്ന് പകൽക്കാലം ഒന്ന് അടിച്ചവനെ.
ഇന്ന് പകൽ ആത്മാവനോട് ഇടപെടുന്നു. ചിലത് അഴിക്കാൻ കരുത്തുറ്റവൻ ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. എവിടെയാണോ നീ ബന്ധിക്കപ്പെട്ടത്, എവിടെയാണോ നീ ഒതുക്കപ്പെട്ടത്, ഏത് അന്തരീക്ഷത്തിലാണോ പുറത്ത് കടക്കാൻ കഴിയാതെ നീ ഒതുങ്ങിപ്പോയത്, ഇന്ന് പകലിൽ ആത്മാവ് ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് ഇന്ന് പകൽ ആത്മാവ് ഇടപെടുകയാണ്. അതിർത്തിയെ പൊളിക്കാൻ, ചില ബൗണ്ടറികളെ പൊളിക്കാൻ. വിശ്വസിക്കുന്നവർ ഇന്ന് പകലൊന്ന് സ്തോത്രം. ഇന്ന് ചില ബൗണ്ടറികൾ ആത്മാവ് പൊളിക്കാൻ പോകുകയാണ്. നിന്നെ ഒതുക്കിയ ചില അതിരുകൾ, ഇതിനപ്പുറത്തോട്ട് നീങ്ങരുത്, ഇതിനപ്പുറത്തോട്ട് കടക്കരുത്. എവിടൊക്കെയോ പിശാച് മനുഷ്യന് ഒതുക്കി വെച്ച് ചില അതിർത്തികളെ പൊളിക്കാൻ, ചില വരമ്പുകളെ പൊളിക്കാൻ ഞാൻ ആ ദൂത് പറയുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് ഇന്ന് പകലിൽ ചില അതിർത്തികളെ, ചില ബൗണ്ടറികളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആത്മാവ് പൊളിക്കുക. ഈ മനുഷ്യന്റെ നിലവിളി കണ്ടോ? ദാവീദ് പുത്ര, ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ദാവീദ് പുത്ര, വാക്ക് കേട്ടോ? ദാവീദ പുത്ര, ഉറക്കെ പറഞ്ഞ ദാവീദ, ദാവീദ് പുത്ര, ദാവീദ് പുത്ര. ഇവൻ അത്യുച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. ഒരു കാര്യം അവന് മനസ്സിലായി, ദാവീദ് എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അവൻ്റെ അകത്താളി കത്തുന്ന വെളിപ്പാട് ദാവീദിന്റെ വേരിൽ നിന്ന് ഒരു തലമുറ പുറത്തു വരും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാനത്തിന്റെ പ്രഭു. അവൻ കുരുടന്മാർക്ക് കാഴ്ച, ബദ്ധന്മാർക്ക് വിടുതൽ, പീഡിതന്മാർക്ക് സൗഖ്യം കൊടുക്കും. വെളിപ്പാട് അകത്ത് കത്തിയവൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഇന്ന് പകൽ ആത്മാവിൽ പ്രതികരിക്കാൻ തുടങ്ങിക്കോ. നിന്നെ ഒതുക്കാൻ നോക്കി അന്തരീക്ഷത്തിനകത്ത് നിന്ന് രാജാക്കന്മാർ കെട്ടിയ, ആരെ കൊണ്ടും അഴിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ, പരിഹാരമില്ലാത്ത ചില വിഷയങ്ങൾ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം. അഴിക്കാൻ കഴിയുന്ന ഒരു അഭിഷേകം ഇന്ന് പകലിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നിവിടെ വന്നിട്ടുണ്ട്. നിന്റെ പരിമിതികൾക്കകത്ത് നിൽക്കുന്ന ചിലത്, ചില ബൗണ്ടറികൾക്കകത്ത് ഒതുക്കപ്പെട്ട ചിലത്, കഴിഞ്ഞ രാത്രി ഇടപെട്ട വാക്ക് ഞാൻ ആവർത്തിക്കുക. ഒരു വർധനവുണ്ടാകാൻ പോകുകയാണ്. പരിമിതികൾക്കകത്ത് നിൽക്കുന്ന ചിലതിനോട് ഇന്ന് രാവിലെ ഞാൻ ആ ദൂത് ആവർത്തിക്കുന്നു. ചില വർധനവുകൾ ഉണ്ടാകാൻ പോകുന്നു. നീ നിൽക്കുന്ന പരിമിതികൾക്കകത്ത്, നിന്റെ സാഹചര്യങ്ങൾക്കകത്ത് ഒരുപക്ഷെ മനുഷ്യൻ ഇറങ്ങി വരാൻ കഴിയില്ല, നിന്റെ സഹപ്രവർത്തകർക്ക് ഇറങ്ങി വരാൻ കഴിയില്ല. പക്ഷെ ഇന്നൊരുവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ കരയുന്ന ചില വിഷയത്തിനകത്ത്, ശൂന്യമാക്കപ്പെട്ട ചില വിഷയത്തിനകത്ത് ഇന്ന് രാവിലെ ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു അഭിഷേകം, അത് വിശ്വസിക്കാൻ കൃപ പ്രാപിച്ചവർ ഇന്ന് രാവിലെ ഒന്നാം ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. Praise God. ആ മനുഷ്യന്റെ അകത്ത് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വെളിപ്പാട്, അത് മാത്രം പറഞ്ഞ് ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് കിട്ടിയ വെളിപ്പാട് കണ്ടോ? ദാവീദ് പുത്ര, ദാവീദ് പുത്രൻ, പുത്രൻ എന്ന വെളിപ്പാട് ഇവന്റെ അകത്ത് കിട്ടി. വാസ്തവത്തിൽ ദാവീദ് പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് പഴയ നിയമ പുസ്തകത്തിനകത്ത് പ്രവാചക വൃന്ദങ്ങൾ പ്രവചിച്ചു വെച്ച പ്രവചനമാണ്. അത് വായിച്ചെടുക്കാനുള്ള കാഴ്ചപ്പാടി മനുഷ്യനില്ല, കാഴ്ചയില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ വെളിപ്പെട്ട് കിട്ടിയ ഒറ്റ വെളിപ്പാടാണ് ദാവീദ് പുത്രൻ എന്ന വെളിപ്പാട്. വായിക്കാൻ അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല, പാടാൻ അറിയത്തില്ല, എങ്ങനെ തുടങ്ങണമെന്നറിയത്തില്ല. പക്ഷെ നിന്റെ അകത്ത് ഇന്ന് പകൽ വെളിപ്പാട് ചലിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണമെന്നറിയത്തില്ല. പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് നിന്റെ അകത്ത് കത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, നീ ആമേൻ ആരും അറിയാതെ ചില ദൈവിക വിടുതലുകൾ സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ നല്ലൊരു ആമേൻ പറഞ്ഞേ. പ്രൈസ് ഗോഡ്. പുത്രൻ എന്ന വെളിപ്പാടിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക്, പുത്രൻ എന്ന വാക്ക്, പുത്രൻ, പുത്രൻ എന്ന പദത്തിൽ മറയപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാന വേർഡ്. ആ വേർഡ് ഇതാണ്, റിസറക്ഷൻ പവർ, ഉയർപ്പിന്റെ ശക്തി. വാക്ക് മറക്കരുത്.
പുത്രത്വം എന്ന വിഷയം, പുത്രൻ എന്ന വെളിപ്പാട്, ഈ വെളിപ്പാടുകളെ കുറിച്ച് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് അന്തർലീനമായൊരു പദം ഇന്ന് രാവിലെ മുൻപിലോട്ട് കൊണ്ടുവരാം. അവൻ ഉയർപ്പിന്റെ ശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി. ഈ വാക്ക് എവിടെ ഉപയോഗിക്കുന്നോ നീ പോലും അറിയാത്ത ആത്മതലങ്ങളിൽ ഒരു പുനരുദ്ധാനത്തിന്റെ വ്യാപാരം നടക്കും. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞേ. പ്രൈസ് ഗോഡ്. ഈ മനുഷ്യൻ അത്യുച്ചത്തിൽ വിളിക്കുന്നത് ദാവീദ് പുത്ര എന്നൊരു വെളിപ്പാടാണ്. പുത്രൻ എന്ന വെളിപ്പാട് തുറക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒന്നാമത്തെ ദൈവപ്രവൃത്തി, അടുത്തിരിക്കുന്നവർ ഇവന്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ നോക്കി, ചവിട്ടി ഒതുക്കാൻ നോക്കി. പക്ഷെ തുറന്നത് പുത്രന്റെ വെളിപ്പാടാണെങ്കിൽ, വെളിപ്പെട്ടത് ഉയർപ്പിന്റെ ശക്തിയാണെങ്കിൽ നിന്നെ ആർക്കും ഒതുക്കാൻ. ഓ, എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്? നീ തൊട്ടത് പുത്രന്റെ വെളിപ്പാടാണെങ്കിൽ, വെളിപ്പെട്ടത് ഉയർപ്പിന്റെ ശക്തിയാണെങ്കിൽ, നിന്നെ ആരൊക്കെ മൗനമാക്കാൻ നോക്കിയാലും ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആരൊക്കെയോ ഒതുക്കാൻ നോക്കുന്ന നില വിഷയം, ചവിട്ടി അമർത്താൻ നോക്കുന്ന നില വിഷയം, പുറത്തു വരരുതെന്ന് പറഞ്ഞ് ഒതുക്കിക്കളയുന്ന നില വിഷയങ്ങൾ ഇന്ന് പകലിൽ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഞാൻ ആ വാക്കു പറയുമ്പോൾ ഇനി നിന്നെ ഒതുക്കാൻ കഴിയില്ല, ഇനി നിന്റെ നന്മയെ തടയാൻ കഴിയില്ല, ഇനി സഭയെ പിടിച്ചു കെട്ടാൻ കഴിയില്ല, ഇനി തലമുറകളെ ഒതുക്കാൻ, ഇനി നിന്റെ ഭാവിയെ അടയ്ക്കാൻ, ഇനി നിന്റെ നന്മയെ അടയ്ക്കാൻ ഇന്ന് പകലിൽ ഒരു ഉയർപ്പ്. ഇന്ന് പകലിൽ ആ വാക്കു പറയുമ്പോൾ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ചില വിഷയങ്ങൾ എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. ചില തലമുറകൾ എഴുന്നേറ്റ് വരാൻ. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. 25 ജാനുവരിയിൽ ഞാൻ ആത്മാവിൽ ഈ സഭയോട് പ്രവചിക്കാം, ഇനി പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. നല്ലൊരു ആമേൻ പറഞ്ഞില്ല നിങ്ങൾ? പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. ഇനി ചില ശുശ്രൂഷകളെ പിടിച്ചു വെക്കുന്നത്, ഇനി ചില ദൈവപ്രവൃത്തിയെ തടയുന്നത്, ഇനി ചില കുടുംബങ്ങളെ പിടിച്ചു വെക്കുന്നത്, ഇനി ചിലരുടെ ശബ്ദത്തെ തടഞ്ഞത്, ഇനി ചില വിടുതലുകളെ തടഞ്ഞത് പിശാചിന് അസാധ്യമാണ്. പിശാചിന് അസാധ്യമാണ്. ഇനി ചില ദൈവപ്രവൃത്തികളെ തടയുന്നത് ആരാ? ഇന്ന് രാവിലെ ഈ ദൂതിനാമേ പറയുന്നത്. ഞാൻ ആ വാക്ക് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഇടപെടുന്നു. ഇനി ചിലത് പിടിച്ചു വയ്ക്കുന്നത്, ഇനി ചിലത് തടയുന്നത്. ഓ, ഇനി നിന്നെ ഒതുക്കാൻ കഴിയില്ല. ആഭിചാരങ്ങൾക്കോ മന്ത്രവാദങ്ങൾക്കോ ശകുനവാദിക്കോ ഇവിടുത്തെ ഇരുളിന്റെ വ്യാപാരങ്ങൾക്കോ ഇനി നിന്നെ ഒതുക്കുന്നത്, വിളിച്ചു പറ, ഇനി എന്നെ ഒതുക്കാൻ കഴിയില്ല, ഇനി എന്നെ തടയാൻ കഴിയില്ല, ഇനി എന്നെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. ഇത് ദൈവ പ്രവൃത്തിയുടെ ശേഷം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൾ ചില മണ്ണിട്ട് മൂടിയത് പുറത്തു വരാൻ പോകുകയാണ്. വെട്ടിക്കളഞ്ഞ ചിലത് കിളിർക്കാൻ പോകുകയാണ്. ഇത് ദൈവ പ്രവൃത്തിയുടെ സമയം. ഇനി നിന്നെ ഒതുക്കുന്നത് അസാധ്യം, ഇനി നിന്നെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യം, ഇനി നിന്നെ തടയുന്നത് അസാധ്യം, ഇനി നിന്റെ നന്മയെ തടയുന്നത് അസാധ്യം. ചില വ്യക്തികളെ ആത്മാവ് എടുത്തെടുത്ത് തന്നെ കാണിക്കുക. ഇനി തടയുന്നത് അസാധ്യം, ഇനി പിടിച്ചു വയ്ക്കുന്നത് അസാധ്യം, ഇനി അവനെ തടയാൻ വഴിയില്ല. ഇതിവിടെ ഉയർപ്പ് നടക്കുക. കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ല. റോമൻ ഗവൺമെന്റിന് തടയാൻ കഴിഞ്ഞില്ല. ഇമ്പീരിയൻ മുദ്രകൾക്ക് തടയാൻ കഴിഞ്ഞില്ല. ചർച്ചിനോട് ആത്മാവ് പ്രവചിക്കുന്നു, ഗവൺമെന്റിന് തടയാൻ കഴിഞ്ഞില്ല, റോമൻ പടയാളിക്ക് തടയാൻ കഴിഞ്ഞില്ല. ഇന്ന് ചില സംവിധാനങ്ങൾക്ക് നിന്നെ തടയാൻ കഴിയില്ല.
തടയാൻ കഴിയില്ല, തടയാൻ കഴിയില്ല. ഒതുക്കിയത് മതി, ഒതുക്കിയത് മതി. പൈശാചിക തലങ്ങളെ നോക്കി ആത്മാവിൽ പ്രതികരിക്ക്. ഒതുങ്ങിയത് മതി, ഒതുക്കിയത് മതി. ഇനി പിടിച്ചു നിർത്താൻ കഴിയില്ല, ഇനി തടയാൻ കഴിയില്ല. മണ്ണിട്ട് മൂടിയതിനെ ദൈവം തുറക്കാൻ പോകുന്നു. ആ വാക്ക് ആത്മാവ് ഉച്ചരിക്കാൻ പറയുന്നു. മണ്ണിട്ട് മൂടിയതിനെ ദൈവം തുറക്കാൻ പോകുന്നു. വെട്ടിക്കളഞ്ഞ ചിലടത്ത് ചില കിളിർപ്പുകൾ വേരറ്റു പോയെടുത്ത് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ചില കിളിർപ്പുകൾ ഉണ്ടാക്കുന്നു. റിസറക്ഷൻ പവർ സംഭവിച്ചാൽ ഒന്ന്, നിന്നെ ആർക്കും ഒതുക്കാൻ പറ്റില്ല. ഇനി ഒരു ശക്തിക്ക് നിന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. ദൈവസഭയോട് ആത്മാവകല തന്നെ ഇടപെടുന്നു. ഇനി ഒതുക്കാൻ പറ്റില്ല. നല്ലൊരാമേ പറഞ്ഞേ. ഇനി ചില വിഷയങ്ങളെ മണ്ണിട്ട് മൂടാൻ പറ്റില്ല. വെട്ടിയെടുത്ത് നിന്ന് കിളിർപ്പുകൾ വരുന്ന ആത്മാവെന്നെ കാണിക്കും. മണ്ണിട്ട് മൂടിയ ചില മേഖലകളിൽ നിന്ന് ആത്മാവ് മണ്ണ് നീക്കാൻ പോകാം. ചില ഉറവകൾ തുറന്നു വരും. ആമേൻ. ഇന്ന് രാവിലെ ഞാൻ ഇത് കോമൺ ആയിട്ട് ആ ദൂത് പറഞ്ഞു വിടുക. ആമേൻ. ചില മേഖലകളിൽ ഇനി നിന്നെ തടഞ്ഞു വെക്കുന്നത് അസാധ്യ. ചില ഡോറുകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തുറന്നു കഴിഞ്ഞു. വിശ്വസിക്കുന്നവരാമേ പറഞ്ഞോ. ആമേൻ. കാര്യം ഇത് ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ടു. കല്ലറയ്ക്ക് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ റോമൻ ഗവൺമെന്റിന് തടയാൻ കഴിഞ്ഞില്ല. ആമൻ. പടയാളിക്ക് തടയാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ചർച്ചിനോട് പറയാം, ഇനി നിന്നെ തടയുന്നത് അസാധ്യം. ഹല്ലേലൂയ. ഒന്ന്, അവനെ തടയാൻ കഴിയില്ല ഉയർപ്പ് വെളിപ്പെട്ടാൽ. രണ്ടാമത്തെ വിഷയം, കർത്താവ് അവനെ നോക്കിയിട്ട് ചോദിച്ച ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എന്ത് ചെയ്തു തരണം? ആ വാക്ക് നിങ്ങൾ അവിടെ വായിച്ചു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? യേശു കർത്താവ് ചെയ്ത ഈ അത്ഭുതത്തിന്റെ പരമ്പരകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കർത്താവ് ചെയ്ത ഈ അത്ഭുതത്തിനകത്ത് മുഴുവനും ഒരിക്കൽ ഒരു കുരുടനെ കർത്താവ് സൗഖ്യമാക്കി. എങ്ങനെ സൗഖ്യമാക്കിയതറിയോ? നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പൂശിയിട്ട് കർത്താവ് എന്തോ പറഞ്ഞു? ശീലോഹാബ് കുളത്തിൽ പോയി കണ്ണ് കഴുകുക. കണ്ണ് കഴുകുക. നിങ്ങൾ ആ വാക്ക് കേട്ടില്ലേ? കണ്ണ് കഴുകുക. 38 വർഷമായി ബെഥെസ്ദ കുളക്കടവിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, കിടക്കയെടുത്ത് നടക്കുക. കർത്താവ് ചെയ്ത അത്ഭുതത്തിന്റെ പരമ്പരകൾക്കകത്തു മുഴുവൻ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്രേസ് കമാൻഡിങ് ആണ്. വാക്ക് കിട്ടിയോ? കമാൻഡിങ് ആണ്. കണ്ണ് കഴുകുക, കിടക്കയെടുത്ത് നടക്കുക, കിടക്കയെടുത്ത് നടക്കുക. നിങ്ങൾ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ മുഴുവനും പരിശോധിക്കുക. ആമൻ. സ്തോത്രം. വെള്ളം കോരി അതിനകത്ത് നിറയ്ക്കുക. ആമൻ. ഇതെല്ലാം കമാൻഡിങ് ആണ്, കമാൻഡിങ്. പക്ഷെ ഇവിടെ യേശു കർത്താവ് ഈ കുരുടനോട് ചോദിക്കുന്നത്, യേശു നിന്ന് അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു? അവൻ ചോദിച്ചു. ആ വാക്കിന്റെ അർത്ഥം പിടികിട്ടിയോ? പുത്രത്വം എന്ന വെളിപ്പാട് ഒരുവന്റെ അകത്ത് കിട്ടിയാൽ അവിടെ കർത്താവ് കമാൻഡിങ് അല്ല ഉപയോഗിച്ചത്. കിട്ടിയില്ല. കമാൻഡിങ് അല്ല, പകരം അവനോട് കർത്താവ് ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ പറയുക, ആദ്യം ഇവിടെ നടക്കും. കിട്ടിയില്ല. നല്ലൊരു ആമേൻ പറഞ്ഞാണ്. പുത്രത്വം എന്ന വെളിപ്പാടിനകത്ത് ഒരു തലമുറയ്ക്ക് മൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ നീ കമാൻഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നീ കൽപ്പിക്കുന്നത് ഈ പട്ടണത്തിൽ സംഭവിക്കും. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് ചില പൈശാചിക മേഖലകൾക്ക് മുകളിൽ ഈ വാക്ക് ഇടിത്തീ പോലെ വീഴാൻ പോകുകയാണ്. കുറെ നാളായി നിന്നെ വഞ്ചിക്കുന്ന, നിന്നെ ചതിച്ചൊതുക്കി കെട്ടിക്കൊണ്ടിരിക്കുന്ന ദുരാത്മാവിന്റെ തലങ്ങൾ ഇന്ന് പകൽ ഈ വാക്കിന്റെ മുമ്പിൽ അഴിയും. ആമേൻ. അഴിഞ്ഞാടുന്ന പൈശാചികനെ കണ്ടിട്ട് പുറത്താക്കാൻ കപ്പാസിറ്റി ഉള്ള പ്രവാചകനെ തേടുകയല്ല, പകരം ഇന്ന് പകൽ നീ ചിലത് കൽപ്പിച്ചാൽ ചിലത് അഴിഞ്ഞു മാറും.
ഇന്ന് പകൽ അതിവിടെ സംഭവിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ നല്ല രാമൻ പറഞ്ഞാണ്. കാര്യം ആ വെളിപ്പാട് ഇനിയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിന്റെ ആത്മാവ്. ഈ വെളിപ്പാട് അകത്ത് കിട്ടിക്കഴിഞ്ഞാൽ കമാൻഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. വീടിനകത്ത് രോഗാത്മാവാണോ, അവൻ ഏറ്റവും നല്ല ഡോക്ടറെ തേടി നിൽക്കുകയല്ല. നീ അഴിയാൻ പറഞ്ഞാൽ ചില രോഗാത്മാവ് അഴിയും. നീ ചില പൈശാചിക തലങ്ങളോട് അഴിയാൻ പറഞ്ഞാൽ ചിലത് അഴിയാൻ തുടങ്ങും. നാളുകളായി നിന്റെ മൈൻഡിനെ വഞ്ചിച്ചു വെച്ച് ചില പൈശാചിക വ്യാപാരം ഇന്ന് ചില കുടുംബങ്ങൾക്കകത്ത് നിന്ന് ആത്മാവ് വേരോടെ അഴിക്കുക. ചിലരുടെ നാവിനകത്ത് അധികാരത്തിന്റെ പകർച്ചകൾ വീഴാൻ പോകുകയാണ്. നിന്റെ വീടിനകത്ത് നീ ആമേ പറഞ്ഞാൽ ചിലത് അഴിയും. നീ ഒരു വാക്ക് പറഞ്ഞാൽ ചിലത് അഴിയും. കാലങ്ങളായി ചില കുടുംബങ്ങളെ പിടിച്ചു കെട്ടുന്ന ചില പൈശാചിക അജണ്ടകൾ ഈ പകൽ ആത്മാവിൽ അഴിയട്ടെ. ഇന്ന് പകൽ കർത്താവ് ചിലരുടെ വാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ചിലത് അഴിയാൻ പോകുകയാണ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എത്ര പേർക്ക് ആ വാക്ക് മനസ്സിലായി? നല്ലൊരു ആമേൻ പറഞ്ഞു. ആമൻ. ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകാൻ പറയാം. ഒരു മനുഷ്യന് ആമൻ ധനാഢ്യനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ആമൻ നൂറുകണക്കിന് ആമൻ താറാവുണ്ടായിരുന്നു. സ്തോത്രം. അതെല്ലാം നോക്കാനായിട്ടൊരു ജോലിക്കാരനെ അവിടെ നിർത്തി. ആമൻ. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്നറിയോ? ആമൻ. സ്തോത്രം. ഈ ധനാഢ്യനായ മനുഷ്യൻ്റെ കുഞ്ഞ് രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി ബാഗുമായിട്ട് ഇറങ്ങി. സ്കൂളിൽ പോകുന്ന വഴിക്ക് അപ്പൻ വളർത്തുന്ന താറാവ് ഇങ്ങനെ നിരന്ന് നിൽക്കുക. അവൻ അവിടെ നിന്നൊരു കുഞ്ഞ് കല്ലെടുത്ത് ഒറ്റ ഏറ് കൊടുത്തു. അവൻ ഒരു താറാവിൻ്റെ തലയ്ക്ക് കൊണ്ട് അത് ചത്തുപോയി. സ്തോത്രമേ. ഇതാരാ കണ്ടത്? ആ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്ന മനുഷ്യൻ ഇത് കണ്ടു. അവൻ ഈ കുഞ്ഞിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെയ്ത പരിപാടി ഞാൻ കണ്ടു, അപ്പനോട് പറയും. ഇവൻ പറഞ്ഞു, അപ്പനോട് പറയരുത്, തല്ല് കിട്ടും. അവൻ അപ്പനോട് പറയണ്ട എങ്കിൽ ഞാൻ പറയുന്ന ജോലിയൊക്കെ നീ ചെയ്യണം. അവനെ കൊണ്ട് വേലക്കാരൻ ചെയ്യിക്കേണ്ട ജോലി മൊത്തം ഇവനെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. എന്തോ കട്ടിപ്പണിയാന്നറിയോ? മാസങ്ങളായി പണി നടക്കുക. ഇവൻ തന്നെ ബാഗ് ചുമണം, ഇവൻ തന്നെ തൂക്കണം, എല്ലാ പരിപാടിയും ഇവൻ ചെയ്യുക. ഒരു ദിവസം സഹി കെട്ടിട്ട് ഇവൻ അപ്പനോട് ചെന്ന് പറഞ്ഞു, അപ്പാ ആമൻ ഞാൻ ഇങ്ങനൊരു പരിപാടി ചെയ്തു. അപ്പം പറഞ്ഞു, അത്രേ ഉള്ളോ? കുഴപ്പമില്ല. എടാ, നൂറുകണക്കിന് താറാവുള്ള എൻ്റെ ആമൻ മകൻ ഒരു താറാവിനെ ചാമൻ എറിഞ്ഞു ഒന്നെന്ന് പറഞ്ഞ് എനിക്കൊരു വിഷയമില്ല. അന്ന് ഇവന് കാര്യം പിടികിട്ടിയത് എൻ്റെ അപ്പൻ ഇതിനെക്കുറിച്ച് ബോധേടല്ല. പിറ്റേ ദിവസം വേലക്കാരൻ വന്നിട്ട് പറഞ്ഞു, നീ ജോലി ചെയ്തില്ലെങ്കിൽ നിന്റെ കാര്യം ഞാൻ അപ്പനോട് പറയാം. അവൻ പറഞ്ഞു, പോയി പണി നോക്കടാ, നീ അപ്പനോട് പറഞ്ഞാൽ എനിക്ക് വിഷയമില്ലെന്ന്. എത്ര പേർക്ക് പിടികിട്ടി? കാലങ്ങളായി ഇതുപോലെ ചില കുടുംബങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരുന്ന ചില പൈശാചിക ശക്തി നിന്റെ അകത്ത് കിട്ടിയ പുത്രത്വം എന്ന വെളിപ്പാടിനകത്ത് നീ കമാൻഡ് ചെയ്യേണ്ടടുത്ത്, നീ കൽപ്പിക്കേണ്ടടുത്ത് നിന്റെ അധരത്തെ മൗനമാക്കി നിന്നെ ഒതുക്കിക്കളഞ്ഞ് ചില അന്തരീക്ഷത്തിനകത്തോട്ട് ഇന്ന് പകൽ ഈ വാക്ക് ഇടിത്തീ പോലെ വന്ന് വീഴാൻ പോവുക. കാലാകാലങ്ങളായി ഒതുക്കിയ ചില ഭവനങ്ങൾ ഇന്ന് ആത്മാവിൽ പുറത്തു വരും. കാലാകാലങ്ങളായി ബന്ധിക്കപ്പെട്ട ചിലത് യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ വാക്കു പറയുമ്പോൾ ചില കുടുംബങ്ങളുടെ മികളി കിടക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ ഇന്ന് പകലിൽ ആത്മാവിൽ അഴിയുകയാണ്. ആരാധിച്ച് കയറാൻ കഴിയാതെ, പ്രാർത്ഥിച്ച് കയറാൻ കഴിയാതെ, ഉപവസിച്ച് കയറാൻ കഴിയാതെ എവിടൊക്കെയോ നിന്നെ ഒതുക്കിക്കളഞ്ഞ് ഇരുളിന്റെ വ്യാപാര തലങ്ങൾ ഇന്ന് പകൽ ഈ വാക്കിനകത്ത് അഴിക്കുക. പുറത്തു വരട്ടെ. ചില വിടുതലുകളെ മൂടിക്കെട്ടിയ ഞാൻ ആ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില കൂടാരങ്ങൾക്ക് മുകളിൽ ഇന്ന് ദൈവത്തിന്റെ അധികാരം വീഴുകയാണ്. നീ പ്രാപിക്കേണ്ടുന്ന ചില വിടുതലുകൾ, നിന്റെ തലമുറ പ്രാപിക്കേണ്ടുന്ന
അത്ഭുതങ്ങളെ വിടുതലുകൾ ചവിട്ടി ഒതുക്കി കളഞ്ഞ് ചില ഇരുളിന്റെ വ്യാപാരങ്ങൾ ഈ പകലിൽ അഴിഞ്ഞു മാറും. ചില മിനിറ്റുകൾ അന്യഭാഷകളിൽ ആ ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് ചിലതിന്റെ പുറപ്പാടുകളാണ്, ചിലതിന്റെ മുകളിൽ എക്സോഡസുകൾ നടക്കുന്നു, ചില പുറപ്പെടലുകൾ നടക്കുന്നു. നിന്നെ ഒതുക്കി കെട്ടി അന്തരീക്ഷത്തിൽ നിന്ന് ഇന്ന് ചിലത് പുറത്തു വരട്ടെ. Praise God. പുത്രത്വം എന്ന വെളിപ്പാടിൽ ഒന്ന്, നിന്നെ ആർക്കും ഒതുക്കാൻ കഴിയില്ല. രണ്ട്, നിന്റെ അകത്ത് കിട്ടുന്ന വെളിപ്പാടാണിത്. നീ ചിലത് കൽപ്പിക്കാൻ തുടങ്ങാം. ഈ പട്ടണത്തിൽ നീ ചിലത് കൽപ്പിക്കാൻ തുടങ്ങാം. ഈ ദേശത്ത് നീ ചിലത് കൽപ്പിക്കാൻ തുടങ്ങാം. നിന്റെ ഭവനത്തിൽ നീ ചിലത് കൽപ്പിക്കാൻ തുടങ്ങാം. നിന്റെ തലമുറയെക്കുറിച്ച് നീ കൽപ്പിക്കണം. നിന്റെ തലമുറയുടെ ഭാവി അയൽ വീട്ടിലല്ല ഇരിക്കുന്നത്. നിന്റെ തലമുറ എങ്ങനെ ആകണമെന്ന് ഇവിടുത്തെ നിയമങ്ങളല്ല തീരുമാനിക്കുന്നത്. നിന്നിൽ പകർന്ന അഭിഷേകം തീരുമാനിക്കണം. നിന്റെ കുടുംബം എന്താകണമെന്ന് നിന്നിലെ അഭിഷേകം തീരുമാനിക്കണം. ഇന്ന് ചിലത് നീ ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാകെ. നിന്നെ വഞ്ചിച്ച ദുരാത്മാവിനെ പുറത്താക്ക്. ഇന്ന് പകൽ ചിലത് സഭ കൽപ്പിക്കും. Praise God. മൂന്നാമത്തെ വിഷയം, പുത്രത്വം എന്ന വെളിപ്പാടിൽ അന്തർലീനമായ മൂന്നാമത്തെ വിഷയം. കുരുടന്റെ മുൻപിൽ അവൻ ഇവിടെ ഒരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ അവന് സങ്കല്പിക്കാനേ പറ്റൂ, അല്ലേ? അവൻ കുരുടന്റെ മുമ്പിൽ ഇവിടെ ഒരു മൈക്രോഫോൺ ഉണ്ട്, ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ സങ്കല്പിക്കുക. പണ്ടൊരിക്കൽ 4 കുരുടന്മാരെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ആന നിപ്പുണ്ട് നോക്കിക്കോളാൻ. അതിലൊരുത്തൻ ചെന്ന് വാലെ പിടിച്ചിട്ട് പറഞ്ഞു, ആനയെന്ന് പറഞ്ഞാൽ ചൂല് പോലെ ഇരിക്കുക. ഒരുത്തൻ ചെന്ന് കാലെ പിടിച്ചിട്ട് പറഞ്ഞത് ചൂല് പോലല്ല, തൂണ് പോലാം. ഒരുത്തൻ അതിൻ്റെ തുമ്പിക്കൈയെ പിടിച്ചിട്ട് പറഞ്ഞത് പാമ്പ് പോലെ ഇരിക്കുക. വേറൊരുത്തൻ ചെവിയെ പിടിച്ചിട്ട് പറഞ്ഞു മുറം പോലെ ഇരിക്കുകയാണ്. സ്തോത്രം. ഇതെല്ലാം ആനയാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ആനയല്ല, ഇതെല്ലാം അതിനകത്തുള്ളതാ. സ്തോത്രം. ഇവന് സങ്കല്പിക്കാനേ പറ്റൂ. പക്ഷെ പുത്രൻ എന്ന വെളിപ്പാട് അകത്ത് ചലിക്കാൻ തുടങ്ങിയപ്പോൾ സങ്കല്പങ്ങൾ റിയാലിറ്റിയായി മാറി. ചില ദൂതുകൾ റിയാലിറ്റിക്കകത്ത് കയറും. ഞാൻ ആത്മാവിൽ പറയാം, നീ കേട്ട ദൂത്, പ്രവചന ശബ്ദങ്ങൾ, നിന്റെ ഹൃദയത്തിനകത്ത് നീ ഇമാജിൻ ചെയ്തത്, നീ സങ്കല്പ ലോകത്തിട്ട് ആമേൻ പറഞ്ഞ ചില വിഷയങ്ങൾ ഈ വെളിപ്പാടിനകത്ത് ഞാൻ പറയാം റിയാലിറ്റിക്കകത്ത് എത്തും. അത് സഭയോടുള്ളൊരു ദൈവിക ആലോചനയായി ഞാൻ പറയാം. ചിലത് റിയലായി മാറാൻ പോകുന്നു. റിയാലിറ്റിക്കകത്ത് ചിലത് കയറാൻ പോകുക. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? 2025 അതൊരു ദൂതാണ്. നീ ഇന്നലകളിൽ കേട്ട ചിലത്, നീ സങ്കല്പിച്ച ചിലത്, നീ സ്വപ്നം കണ്ട ചിലത്, നീ എഴുതി വെച്ച ചിലത്, നീ റെക്കോർഡ് ചെയ്ത് വെച്ച ചിലത്, ഇന്ന് രാത്രി, ഇന്ന് പകലിൽ ആത്മാവ് പറയുന്നു, ഇനിയും അത് സങ്കല്പിക്കുകയല്ല, ഇന്ന് പകലിൽ ചിലതിന്റെ റിയൽ ഫാക്ട് വെളിപ്പെടും. വിശ്വസിക്കുന്നവർ ആമേൻ നന്നായിട്ട് ആമേൻ പറഞ്ഞു തുടങ്ങ്. ചില ദൂതുകൾ നിറവേറാൻ പോകുകയാണ്. മഞ്ഞുണ്ടാകില്ല, മഴയുണ്ടാകില്ല, കൂടെ നിൽക്കാൻ ആളുണ്ടാകില്ല. പക്ഷെ ആത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു, ചില വീടിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. Praise God. പുത്രൻ എന്ന വെളിപ്പാടിനകത്ത് ആ പട്ടണത്തിൽ നടന്നൊരു ദൈവപ്രവൃത്തിയാണിത്. അവൻ ദൈവമക്കളെ ഒരു കുരുടന് കാഴ്ച കൊടുത്തു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. ക്രിസ്തുവിൽ വെളിപ്പെട്ട അഭിഷേകം ആ പട്ടണത്തിൽ ഉണ്ടാക്കിയ മാറ്റം ഒരു കുരുടന് കാഴ്ച കൊടുത്തു എന്നല്ല, പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട്. ആ വാക്കുകൂടി പറഞ്ഞ് ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം.
എന്താണ് അവിടുത്തെ ആ പ്രധാനപ്പെട്ട വിഷയം? അവൻ അതറിയണമെങ്കിൽ ദാവീദ് പ്രഖ്യാപിച്ച നിയമ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എവിടാണ് ദാവീദ് അത് പ്രഖ്യാപിച്ചത്? 2 ശമൂവേലിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്കുകൾ കൂടി ഒന്ന് പെട്ടെന്ന് വായിച്ചാണ്. ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. യെസ്. അതുതന്നെ ദാവീദിന്റെ നഗരം. ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ ആ. അവൻ വെറുപ്പാത്തിൽ കയറി ദാവീദിന് വെറുപ്പായുള്ള മുടന്തനെയും കുരുടനെയും പിടിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് കുരുടരും മുടന്തരും വീട്ടിൽ വരരുതെന്നൊരു ചൊല്ല് നടപ്പായി. മതി, ആ വാക്ക് നിങ്ങൾ കേട്ടോ. ദാവീദ് ഒരിക്കൽ സിയോൻ കോട്ട പിടിച്ചെടുത്തു. അന്ന് ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തിയിൽ കൂടി കയറി ദാവീദിന് വെറുപ്പായിട്ടുള്ള കുരുടന്മാരെയും മുടന്തന്മാരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക് അതുകൊണ്ട് ഏതുകൊണ്ട്? ദാവീദ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കുരുടന്മാരും മുടന്തന്മാരും വീട്ടിൽ വരരുതെന്നൊരു ചൊല്ല് നടപ്പിലായി. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിക്കണം. അവൻ ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. വീട്ടിൽ വരരുത്. വീട് എന്ന വാക്കിന് അവിടെ കൊടുത്തിരിക്കുന്നത് യെരുശലേം നഗരം, യെരുശലേം പട്ടണം. അതിനകത്ത് കടക്കാൻ പാടില്ല. ഈ നിയമം നിലവിൽ വന്നു. വാസ്തവത്തിൽ ദാവീദ് അല്ല പറയുന്നത്. ദാവീദ് പറഞ്ഞ വാക്കിതാണ്. അവൻ ദാവീദിന് ഈ കുരുടന്മാരെയും മുടന്തന്മാരെയും വെറുപ്പാണ്. അതുകൊണ്ട് വെറുപ്പാന്ന് പറഞ്ഞതുകൊണ്ട് അവൻ കുരുടരും മുടന്തരും വീട്ടിൽ വരരുതെന്നൊരു ചൊല്ല്. വാക്ക് നിങ്ങൾക്ക് കിട്ടിയോ? ദാവീദ് പറഞ്ഞു എനിക്ക് ഇവരെ വെറുപ്പാ. പക്ഷെ കേട്ടു നിന്നവർ പറഞ്ഞു ദാവീദിന് വെറുപ്പായതുകൊണ്ട് ഇവന്മാർ വീട്ടിൽ കടക്കരുത് എന്നൊരു ചൊല്ല്. വായ് കൊണ്ട്, വാമൊഴിയാൽ, അധരം കൊണ്ട്. അവൻ അവിടെ കൊടുക്കുന്ന ചില വാക്കുകൾ ഓറലായി വായ് കൊണ്ട് ചൊല്ലിയ ചൊല്ല് നിയമങ്ങളായി മാറി. കേട്ടില്ല. അധരം കൊണ്ട് പറഞ്ഞ്, ആ വാക്കിന്റെ കുറച്ച് ആധികാരികത പറയാം. അധരം കൊണ്ട് പറഞ്ഞ് കെട്ടിയത്, വാമൊഴിയാൽ പറഞ്ഞ് ബന്ധിച്ചത്, കാലങ്ങളായി അഴിക്കാൻ ഒരുത്തൻ അവിടെ ഇല്ലാതിരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ യേശു അവൻ യെരിഹോവിന്റെ മണ്ണിൽ വന്നിട്ട് ആ ബന്ധനത്തിൽ കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു അവൻ അന്ന് വാ കൊണ്ട് ചൊല്ലിക്കെട്ടിയത് ഇന്ന് നീ വാ കൊണ്ട് അതിനെ അഴിക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? യേശുവിൽ വെളിപ്പെട്ട അഭിഷേകം കുരുടന് കാഴ്ച കൊടുത്തു എന്നല്ല, ഇന്ന് പകലിൽ ആരെ കൊണ്ടും അഴിയരുതെന്ന് പറഞ്ഞ് നിനക്ക് നിന്റെ തലമുറയ്ക്കുമെതിരെ ആധരം കൊണ്ട് ചൊല്ലിക്കെട്ടിയത്, വാമൊഴിയാൽ പറഞ്ഞ് കെട്ടിയ ചിലത് ഇന്ന് പകലിൽ സ്വർഗം അതിനെ അഴിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരമൊന്നടിച്ചവനെ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ഒന്ന് കരമൊന്നടിച്ചവനെ സ്തുതിക്ക്. സഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ അധരം കൊണ്ട് പറഞ്ഞു കെട്ടിയത്, ദുർവർത്തമാനത്താൽ കെട്ടിയത്, വായ് കൊണ്ട് ബന്ധിച്ചത്, നീ ഉയരാൻ പാടില്ല, നീ വിടുവിക്കപ്പെടാൻ പാടില്ല, പറഞ്ഞു കെട്ടിയത് കരമൊന്നടിച്ചവനെ ഇന്ന് രാവിലെ ശക്തിയോടെ